പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മകൻ, ഇസ്രായേൽ വംശജരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചക പരമ്പരയുടെ തുടക്കക്കാരൻ, അതാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ ഒട്ടനവധി തവണ പ്രകീർത്തിച്ച ഏറെ സൽഗുണ സമ്പന്നനായ ആ പ്രവാചകൻ്റെ യഥാർത്ഥ ചരിത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കെട്ടുകഥകൾക്കപ്പുറം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ഹാഖ് നബിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇസ്ഹാഖ് നബിയുടെ ജനനം തന്നെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു. ഇബ്രാഹിം നബിക്ക് വളരെ വാർദ്ധക്യത്തിലെത്തിയ പ്രായം. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സാറാ ബീവിയാകട്ടെ പ്രായമേറിയതും വന്യയുമായിരുന്നു. മക്കളുണ്ടാകില്ല എന്ന് കരുതിയിരുന്ന ആ സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് വരുന്നത്. ലൂത്ത് നബിയുടെ ജനതയെ ശിക്ഷിക്കാൻ പോകുന്ന വഴിയിലാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ സൽക്കാരം സ്വീകരിക്കാൻ എത്തിയത്. അവിടെ വെച്ച് ഇബ്രാഹിം നബിക്കും സാറാ ബീവിക്കും ഒരു സന്തോഷവാർത്ത നൽകി. നിങ്ങൾക്ക് ജ്ഞാനിയായ ഒരു മകൻ ജനിക്കാൻ പോകുന്നു. ഇത് കേട്ട് അത്ഭുതപ്പെട്ടുപോയ സാറാ ബീവി തൻ്റെ മുഖത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനൊരു വന്യയായ വൃദ്ധയല്ലേ, എനിക്കെങ്ങനെ മകനുണ്ടാകും? എന്നാൽ മലക്കുകൾ മറുപടി നൽകി, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നീ അത്ഭുതപ്പെടുന്നുവോ? അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിലുണ്ട്. അവൻ സർവജ്ഞനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം പോലെ സാറാ ബീവിയിൽ ഇബ്രാഹിം നബിക്ക് രണ്ടാമത്തെ മകൻ ജനിച്ചു. ഇസ്ഹാഖ് എന്നായിരുന്നു ആ കുഞ്ഞിന് പേരിട്ടത്. ചിരിക്കുന്നവൻ അല്ലെങ്കിൽ സന്തോഷം തരുന്നവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. ഇസ്ഹാഖ് നബിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായി യഅ്കൂബ് എന്നൊരു പേരക്കുട്ടി കൂടി ജനിക്കുമെന്ന സന്തോഷവാർത്തയും അള്ളാഹു മലക്കുകളിലൂടെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ 17ഓളം സ്ഥലങ്ങളിൽ ഇസ്ഹാഖ് നബിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു നൽകിയ വിശേഷങ്ങൾ വളരെ വലുതാണ്. ഗുണവാൻ. അദ്ദേഹം അങ്ങേയറ്റം സൽസ്വഭാവിയായ ഒരു മനുഷ്യനായിരുന്നു. ശക്തിയും ഉൾക്കാഴ്ചയുമുള്ളവൻ. അള്ളാഹുവെ ആരാധിക്കുന്നതിലും ധർമ്മനിഷ്ഠ പുലർത്തുന്നതിലും അദ്ദേഹം ശക്തനായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവൻ. പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ള അള്ളാഹുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമന്മാരിൽ പെട്ടയാളായിരുന്നു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ മക്കളായ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഒരേപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച പ്രവാചകന്മാരായിരുന്നു. ഇബ്രാഹിം നബിയുടെ വഫാത്തിനു ശേഷം ഫലസ്തീൻ, ഷാം പ്രദേശങ്ങളിലെ ജനങ്ങളിലേക്കാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. തൻ്റെ പിതാവ് കാണിച്ചു തന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ അദ്ദേഹം ജനങ്ങളെ നയിച്ചു. സമാധാനപ്രിയനും ക്ഷമാശീലനുമായിരുന്ന അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കി. ഇസ്ഹാഖ് നബിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചക പരമ്പരയാണ്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഅ്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും പരമ്പരയും ബനു ഇസ്രായേലർ എന്നറിയപ്പെട്ടു. മൂസാ നബി, ഈസാ നബി,
ദാവൂദ് നബി, സുലൈമാൻ നബി തുടങ്ങിയ ഒട്ടനവധി പ്രവാചകന്മാർ കടന്നു വന്നത് ഇസ്ഹാഖ് നബിയുടെ ഈ പ്രവാചക പരമ്പരയിലൂടെയാണ്. നീണ്ട വർഷത്തെ പ്രവാചക ജീവിതത്തിന് ശേഷം 180 വയസ്സിലധികം പ്രായമുള്ളപ്പോഴാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളായ ഈസുവും യാക്കൂബ് നബിയും ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ഫലസ്തീനിലെ ഹൈബ്രോൺ നഗരത്തിലുള്ള മസ്ജിദുൽ ഇബ്രാഹിമിയിലാണ് ഇസ്ഹാഖ് നബിയുടെയും പത്നി റഫഖയുടെയും ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ ഖബറിടവും ഇതേ പള്ളിയിൽ തന്നെയാണ് ഉള്ളത്. വളരെ ലളിതവും എന്നാൽ അനുഗ്രഹീതവുമായ ഒരു ജീവിതമായിരുന്നു ഇസ്ഹാഖ് നബിയുടേത്. ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ക്ഷമയുമാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലെ ആധികാരികമായ വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു യഥാർത്ഥ ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.